കോഴിക്കോട് MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇവർ നടത്തിയ വിദേശയാത്രയും ഓൺലൈൻ ആപ്പ് വഴി നടത്തിയ പണമിടപാടുകളും അന്വേഷിക്കും. അതേസമയം പ്രതികളായ അധ്യാപികമാർ സംഘടനയുടെ ഭാഗമല്ലെന്ന് KRTA പ്രതികരിച്ചു. അരുൺ PJ കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപകരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അധ്യാപകമാരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി സംഘടന രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരണ്യ, ഈ അധ്യാപകന്മാർ ബന്ധപ്പെടുന്ന ഈ MDMA കേസ് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് ഉളവാക്കിയിരിക്കുന്നത്. കാരണം തുച്ഛമായ ഒരു വരുമാനത്തിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു 12,000 രൂപയാണ് ഇവർക്ക് മാസം വരുമാനമായി ലഭിച്ചിരുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്കാണ് 500-ലേറെ നമ്പറുകളിൽ നിന്നും ഈ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറെയും ഓൺലൈൻ വഴി, ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയൊക്കെയാണ് ഈ ഒരു ഇടപാടുകൾ നടന്നിട്ടുള്ളത്. 50,000 രൂപയിലേറെ പല തവണ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് എത്തി. കാവ്യയുടെയും നിഷ്മയുടെയും അക്കൗണ്ടിലേക്ക് ഇതേപോലെ എമൗണ്ടുകൾ പലയിടങ്ങളിലായി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ പോലെ ഈ ഓൺലൈൻ വഴിയുള്ള പണമിടപാട്. ഈ പണമിടപാട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാന അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരാഴ്ചക്കിടെ ലക്ഷ്യങ്ങൾ ATM വഴി ഈ അധ്യാപികമാർ ഈ യുവതികൾ പിൻവലിച്ചതായും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കേസ് തന്നെയാണ്. കാരണം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇപ്പോഴും കോടതിയുടെ റിമാൻഡിൽ കഴിയുകയാണ് ഇവർ ഇപ്പോഴും. എന്തായാലും ഇവർ ഈ പ്രതികളായ അധ്യാപികമാർ സംഘടനയുടെ ഭാഗമല്ലെന്ന് KRTA പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഈ അധ്യാപകർക്ക് ആകെ ഒരു സംഘടനയാണോ ഉള്ളത്. ആ ഒരു സംഘടനയിൽ ഇവർ അംഗങ്ങളായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പോൾ അംഗങ്ങളല്ല. കാലാവധി കഴിഞ്ഞപ്പോൾ മെമ്പർഷിപ്പ് പുതുക്കാത്തത് കാരണം ഇവർ മെമ്പർമാരല്ല. അതുകൊണ്ട് തന്നെ ഇവർ സംഘടനയുടെ ഭാഗമല്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ സംഘടനയുടെ പല രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. ഈ CIT അനുകൂല സംഘടനയുടെ അനുഭാവികളാണെന്ന തരത്തിലുള്ള. എന്തായാലും വലിയ രീതിയിലുള്ള ഈ ഒരു പരാമർശം നിഷേധിക്കുക തന്നെയാണ് ഇവരുടെ സംഘടന. ഇവരൊരിക്കലും സംഘടനയുടെ ഭാഗമായി നിന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലാ ഭാരവാഹികളും അറിയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരണമെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരുടെ കസ്റ്റഡി അപേക്ഷയിൽ കോടതി ഇടപെട്ടുകൊണ്ട് പോലീസിനെ ചോദ്യം ചെയ്യലിന് വേണ്ടി കൈമാറുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 5 പ്രതികളാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. ശരണ്യ, കോഴിക്കോട് MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം അന്വേഷിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇവർ നടത്തിയ വിദേശയാത്രയും അതുപോലെ തന്നെ ഓൺലൈൻ തട്ടിപ്പ് വഴി നടത്തിയ പണമിടപാടുകളെല്ലാം തന്നെ അന്വേഷിക്കും. വിവരങ്ങളാണ് അരുൺ PJ നൽകിയത്.